പാചകവാതക സിലിണ്ടർ 10 കിലോ ആക്കാൻ ഓയിൽ കമ്പനികൾ തീരുമാനിച്ചു. 14.2 കിലോഗ്രാം സ്റ്റോക്ക് തീർക്കാൻ ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സിലിണ്ടർ വിൽപ്പനയ്ക്ക് OTP നിർബന്ധമാക്കിയിരിക്കുന്നു. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി. ലേബി, ഇപ്പോൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു, 10 കിലോഗ്രാമാക്കി കുറയ്ക്കുകയും ചെയ്യുന്നു. എന്താണ് അറിയാനാകുന്നത്? എപ്പോൾ മുതലായിരിക്കും ഇത്? സ്മൃതി, വലിയ പ്രതിസന്ധിയിലേക്കാണ് പാചകവാതക വിതരണം പോകുന്നത്. അതായത് യുദ്ധം വന്ന സമയത്ത് അതുവരെ 15 ദിവസത്തിനുള്ളിലാണ് 14.2 കിലോയുടെ ഗാർഹിക പാചകവാതക സിലിണ്ടർ വിതരണം ചെയ്തിരുന്നത്. എന്നാൽ അത് യുദ്ധം വന്നത് പ്രമാണിച്ച് 25 ദിവസത്തിനുള്ളിലാക്കി. അതിപ്പോൾ 45 ദിവസമാക്കി റീഫിൽ ചെയ്യുന്നതിൻ്റെ കാലാവധി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ സാധാരണ കേരളത്തിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലേക്ക് പാചകവാതകത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇരുട്ടടി പോലെ പാചകവാതക വിതരണ ഏജൻസികൾക്ക് ഇപ്പോൾ പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് എല്ലാ ഓയിൽ കമ്പനികളും ഇപ്പോൾ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് 14.2 കിലോയുടെ കുറ്റി 10 കിലോ ആക്കാൻ പോകുന്നു എന്നതാണ്. അതായത് കുറ്റി 14.2 കിലോയുടെ തന്നെയായിരിക്കും. അതിൽ നിറയ്ക്കുന്ന ഇന്ധനത്തിന്റെ ഗ്യാസിന്റെ അളവ് 10 കിലോ ആയിരിക്കും. അതായത് 14.2 കിലോ കൊണ്ട് തന്നെ എങ്ങനെ 45 ദിവസം ചെലവഴിക്കുമെന്ന് മനസ്സിലാകാതെ വിഷമിച്ചിരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് ഇത്തരത്തിൽ 10 കിലോയുടെ കുറ്റി വരുന്നത്. എങ്ങനെ ഇതിന് ഈ പ്രതിസന്ധി മറികടക്കാൻ സാധാരണക്കാർക്ക് കഴിയുമെന്നറിയില്ല. അതൊരു വശം. പാചകവാതക വിതരണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ ഇന്ന് മുതൽ പ്ലാന്റിൽ നിന്നുള്ള ഗ്യാസ് നീക്കം നിർത്തിവച്ചിട്ടുണ്ട്. അതായത് എല്ലാ ഗ്യാസ് ഏജൻസികളിലും സ്റ്റോക്കുള്ള 14.2 കിലോയുടെ കുറ്റികൾ തീർന്നതിന് ശേഷം, സിലിണ്ടർ തീർന്നതിന് ശേഷം മാത്രം പുതിയ ഗ്യാസ് സിലിണ്ടർ, അതായത് 10 കിലോ നിറച്ച സിലിണ്ടർ എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയാണ്. ഇനിയുള്ള കുറ്റിയൊക്കെ ഈ OTP നൽകിയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏതായാലും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഓയിൽ കമ്പനിയുടെയും കേന്ദ്ര സർക്കാരിനെയും നീക്കത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം സ്വാഭാവികമായും ഉണ്ടാകും. വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.